ആദ്യം ഒരു ECUക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിലുള്ള ബോർഡാണിത്. ഈ ബോർഡിന് എന്താ കംപ്ലൈൻറ്റ് വെച്ചാൽ ഈ ബോർഡിലുള്ള 2 മോസ്ഫെറ്റ് ഈ സാധനം മേടിക്കാൻ പറ്റില്ല. ഇതിൽ സെയിം ബോർഡ് തന്നെ വെച്ച് ചെയ്യണം. അല്ലാതെ ഇതിൻ്റെ ഈ പാനൽ അതുപോലെ ഈ കൺട്രോളിംഗ് ഒന്നും ക്ലിയർ കിട്ടില്ല. 100% ഉറപ്പായതുകൊണ്ട് തന്നെ ഇതേ സെയിം ബോർഡ് തപ്പി ഇറങ്ങി. ഈ ബോർഡ് അത്യാവശ്യം ക്ലിയറുള്ള ബോർഡാണ്. പക്ഷേ ഇതിൽ ഈ 2 മോസ്ഫെറ്റ് കിട്ടാത്ത കാരണം ഉപേക്ഷിക്കാൻ എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒഴിവാക്കി. പക്ഷേ ഈ ബോർഡ് മാത്രം ഒഴിവാക്കേണ്ടി വന്നുള്ളൂ. ഇത് സെയിം ബോർഡ് വേറെ കിട്ടി. ഈ സെയിം ബോർഡാണ്. പക്ഷേ ഈ കോർ ചെയ്തിരിക്കുന്നത് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കൂടുതൽ ചൂടായിട്ട് അങ്ങനെ ആവണതാണ്. ബോർഡ് സെയിം ബോർഡ് തന്നെ, അതിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുക, ബോർഡ് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ ചെക്ക് ചെയ്താൽ കറക്റ്റ് ചെയ്താൽ അറിയാം വർക്കിംഗ് ആണ് വർക്കിംഗ് അല്ലെന്ന്. ഈ ബോർഡ് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ബോർഡ് ക്ലിയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഈ ഡസ്റ്റൊക്കെ കൊണ്ട് ഒഴിവാക്കുക. പിന്നീട് നമുക്ക് ഇത് നല്ലൊരു പാരയായിരിക്കും. ആദ്യം ഈ ഇതിൻ്റെ ഗ്യാപ്പിലുള്ള കംപ്ലീറ്റ് റസ്റ്റ് കളയണം. ഈ ഐസിലൊക്കെ ഈ സൈഡ് ഭാഗത്ത് കംപ്ലീറ്റ് പൊടി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. കംപ്ലീറ്റ് ഒഴിവാക്കിയെടുക്കുക. ഈ ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ ഇതൊക്കെ ഇതിൽ ഉള്ളതാണ്. മെയിനായിട്ട് ഈ പ്രീസെറ്റ് കൺട്രോൾ ഇതിൻ്റെ അവിടെ ഒക്കെ ഉണ്ടാവും. ഏകദേശം കംപ്ലീറ്റ് റസ്റ്റൊക്കെ പോയി. അതുപോലെ ഈ സൈഡിൽ ഈ ബോർഡിൽ എന്താ മെയിൻ ഒരു കാര്യം വെച്ചാൽ ഈ ബോർഡ് അധികം ആരും റിപ്പയർ ചെയ്യാത്ത ബോർഡാണ്. അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇതേപോലുള്ള സാധനങ്ങൾ അഴിക്കാൻ കിട്ടിയില്ല വെച്ചാൽ നേരെ സ്ക്രാപ്പ് പോവുക, സാധനം എടുക്കുക, വർക്കിംഗ് ആക്കുക. അത് ഇതിൽ രക്ഷയുള്ളൂ. ഈ ബോർഡൊക്കെ ഇനി ഈ സാധനം ഒന്ന് ക്ലീൻ ചെയ്യണം. കേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പരിപാടി കഴിഞ്ഞു. മെയിനായിട്ടാണ് ഇതിൻ്റെ ഫാന്. ഈ ഫാനാണ് ഇതിൽ മെയിനായിട്ട്. ഈ ഫാന് കംപ്ലൈൻ്റ് ആയാലും സാധനം പണി മുടക്കും. അത്രയ്ക്ക് വിഷയമുണ്ട് ഇതിൽ. ഈ ഫാനിൽ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് ഫാനിൻ്റെ ഈ സൈഡിൽ. അപ്പോൾ ഈ കൺട്രോൾ വഴിയാണിത് മെയിനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ബോർഡ് ഇതിൽ ഫിറ്റ് ചെയ്യുക. ഈ സൂട്ടാവണ ഈ ബോർഡ് കറക്റ്റ് സൂട്ടാവണ രീതിയിൽ തന്നെ ചില ഹോളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് ഫിറ്റ് ചെയ്യണം. ഇതിലിപ്പോൾ ആകെ 2 ഹോൾ ഇതിൽ കറക്റ്റായി കിട്ടും. ഒന്നത് അത് ഫിറ്റ് ചെയ്യുക. പിന്നെ ഈ സൈഡിലുള്ളത് മോസ്ഫെറ്റിൻ്റെ അവിടെ ഉള്ളത് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഫിറ്റിങ്ങും ഒക്കെ. പിന്നെ ഉള്ളത് ഈ ഒരു കോയിൽ ഫിറ്റിങ്. പിന്നെ ഈ ബോർഡ് ഒന്ന് അഴിക്കേണ്ടി വരും. എന്നാലേ ബോർഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആദ്യം ഈ ബോർഡ് ഫിറ്റിങ് ചെയ്യാം. ആകെയുള്ള 2 സ്ക്രൂ ആണ്. ഇതിൽ അധികം 3 സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ഈ 2 സ്ക്രൂ ആദ്യം ടൈറ്റ് ചെയ്യുക. ഈ 2 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു. പിന്നുള്ളത് ഈ കോയിലാണ്. കോയിലിന് പിന്നെ അധികം കളിക്കാനില്ല. കോയിലിൻ്റെ മേലുള്ള ഒരു സെൻസറാണ്. ഈ സെൻസർ വെച്ചിട്ടാണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക. പിന്നെ ഉള്ള ഈ ബോർഡ് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് ഒന്നുകൂടെ അഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു നെട്ടുകൂടെ ഇട്ട് കഴിഞ്ഞാൽ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ക്രൂ കൂടെ ഉണ്ട്, അതും കൂടെ ഇടണം.
അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞ്. ഇപ്പോൾ ബോർഡ് ഫിറ്റിംഗ് ഓക്കെ. ബോർഡിൽ ഇനി കണക്ഷൻ കൊടുക്കണം. 2 വയർ എന്നിട്ട് കറണ്ടിനുള്ളതാണ് 200 വോൾട്ട് എ സിക്കുള്ളത്. അത് കണക്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് ക്ലിപ്പ് ഇവിടെ കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ കറണ്ടിനുള്ള കണക്ഷൻ ഓക്കെ. ഇനിയുള്ളത് ഇത് സെൻസർ, ഇത് ഫാനിനുള്ളത്, ഫാൻ ഓക്കെ. ഇനി ഇത് ബോർഡിലേക്കുള്ളത്, പിന്നെ ഈ ഒരു കോയിലിൻ്റെ 2 കണക്ഷൻ, ഇതാണ് കോയിലിൻ്റെ 2 കണക്ഷൻ. അതുപോലെ ഈ സെൻസർ, ഇത് 3 ഉള്ളത്. അപ്പോൾ ആദ്യം ഈ കോയിൽ ഫിറ്റ് ചെയ്യണം. ഈ കോയിലിൻ്റെ ഫിറ്റിംഗ് ഇങ്ങനെയാണ് വരിക, ഒന്നിവിടെ ഒന്നിവിടെ. ഇനി കോയിൽ ഫിറ്റ് ചെയ്യുക. ഇനിയുള്ളത് ഈ പാനൽ അഴിക്കുക. ഈ പാനൽ ഒരു സ്ക്രൂഡ് അഴിക്കാണ്ട് അതുകൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ പാനലുണ്ട് കിട്ടും. ഈ പാനലിനെ കൺട്രോൾ ചെയ്യുന്ന ഐ സി ആണത്. ഈ പാനലിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ്, ബാക്ക് സൈഡ്, സർക്യൂട്ടിൽ വരുന്ന ഈ ഐസറി സൈഡൊക്കെ കംപ്ലീറ്റ് ഒന്നുകൂടെ ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ സാധനം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ നല്ല പൊടി ഇരിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്ക്രൂ ഒക്കെ മാറ്റിയിട്ട് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാം. ഇത് കംപ്ലീറ്റ് ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ആയി. ഈ സാധനം നേരെ ബോർഡ് വയ്ക്കുക. ബോർഡ് വയ്ക്കുക, എല്ലാ സ്ക്രൂ കൊണ്ട് ടൈറ്റ് ചെയ്യുക. ഇതിൽ സ്ക്രൂ ഇടാനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇപ്പോൾ ഈ കോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫാനിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഓക്കെയാണ്. ഈ കേസ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബോർഡ് കണക്ട് ചെയ്ത് ബോർഡിലേക്കുള്ള അതായത് 200 വോൾട്ട് എ സി കണക്ട് ചെയ്യാനുള്ള വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫാനിൽ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു 6 പിന്നാണിത് പാനൽ കണക്ട് ചെയ്യാനുള്ളത്. അവിടെ കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. ഇനി ഈ ഒരു ബോർഡ് നേരിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൽ നിന്ന് എടുത്ത ബോർഡ്. ആ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. ഈ പാനലിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പാനലിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിപാടി കഴിഞ്ഞു. ഇനി ഈ സ്വിച്ച് അടയ്ക്കാം. സാധനം ഓക്കെയാണ്. അടച്ചു കഴിഞ്ഞാൽ 4 സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂ ടൈറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ എല്ലാം കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എ സി കണക്ട് ചെയ്യരുത്, ഒരു സീരിയൽ ലാമ്പിനെ കണക്ട് ചെയ്തിടുക. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് വർക്കിംഗ് ആണ്, വർക്കിംഗ് അല്ലേ. അപ്പോൾ ഈ സി ഒക്കെ ഓക്കെ ഉണ്ട്. ഇനി ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കരുത്. ഈ സീരിയൽ ലാമ്പിനെ കണക്ട് ചെയ്തിട്ട്, ഇതാണ് സീരിയൽ ലാമ്പ്. ഈ സീരിയൽ ലാമ്പിനെ കണക്ട് ചെയ്തിട്ടാണ് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ആദ്യം സീരിയൽ ലാമ്പിൽ സ്വിച്ച് കണക്ട് ചെയ്യുക. സ്വിച്ചല്ല, ഈ ബോർഡ് കണക്ട് ചെയ്യുക. ഇനി സീരിയൽ ലാമ്പിൻ്റെ കണക്ഷൻ ബോർഡിൽ കുത്തി കൊടുക്കുക.
ബോർഡിൽ കുത്തി കഴിഞ്ഞാൽ ഒരു ബൾബ് വഴിയാണ് ഇത് വർക്കിംഗ് ആവുക. ഈ ബൾബ് വഴിയാണ് ഈ AC ഇതിലേക്ക് കണക്ട് ചെയ്തിടുക. ഇനി ഈ സാധനം ഓൺ ചെയ്ത് നോക്കുക. ഓൺ ചെയ്തപ്പോൾ സാധനം ഓക്കെയാണ്. അല്ലെങ്കിൽ ഇവിടെ ലൈറ്റ് എത്തൂല. ഇത് വർക്കിംഗ് അല്ല വെച്ചാൽ ഇവിടെ ഫുള്ളായിട്ട് ലൈറ്റ് എത്തും. അതായത് ഈ ലൈന് ഇതിൻ്റെ ബോർഡിലുള്ള ഷോർട്ട് കാരണമാണ് ഇത് ലൈറ്റ് എത്തുന്നത്. ഈ ലൈറ്റ് ഓക്കെയാണ്. ഇനി വർക്ക് ചെയ്ത് നോക്കാം. സാധനം ഓണായി. ഈ ഓണായിന്ന് വെച്ചാൽ ഈ ഓണായ സാധനം ഇനി ഇതിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ടിപ്പോൾ ഈ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഈ ലോഡ് കാരണമാണ് ഇപ്പോൾ ഈ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തുന്നത്. അതിന് ഇനി ഡയറക്റ്റ് നമുക്ക് AC കണക്ട് ചെയ്തിടാം. ഇത് ഓഫ് ചെയ്തിട്ട് ഈ വയർ ഊരുക. എന്നിട്ട് ഡയറക്റ്റ് AC കണക്ട് ചെയ്യാനുള്ള കണക്ഷൻ കൊടുക്കുക. ഡയറക്റ്റ് AC കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഡയറക്റ്റ് AC ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ലേശം വെള്ളം എടുക്കുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കുള്ളൂ. സാധനം ഓണാക്കുക. അതുപോലെ ഇത് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റെഡ് ലൈറ്റ് എത്തി. അപ്പോൾ ഇത് ഈ ഡയറക്റ്റാണ് ഇത് കൊടുത്തത്. ഡയറക്റ്റ് കൊടുത്ത കാരണമാണ് ഇപ്പോൾ ഇത് വർക്കിംഗ്. അപ്പോൾ ഈ ബോർഡ് ഓക്കെയാണ്. ഇനി സാധനം ഓണാക്കുക. ഇപ്പോൾ ഇത് ഓണിലാണെന്ന് വെച്ചാലും സ്റ്റാൻഡ് ബൈയിലാണ് കിടക്കുക. ഓണാക്കി 900-ലാണ് കിടക്കുന്നത്. ഈ 900-ൽ കിടക്കുമ്പോൾ ഇത് വർക്കിംഗ് ആണോ നോക്കാം. ഓക്കെയാണ്. ഇപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട്. 1200, 1500 ഇപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബോർഡ് ഇതിൽ ഫിറ്റ് ചെയ്തതും ബോർഡ് ഈ കാര്യങ്ങൾ ഇതൊക്കെ വർക്കിങ്ങിൽ ഓക്കെ ആയ കാരണമാണ് ഈ സാധനം ഇങ്ങനെ വർക്കിങ് ലൈനിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ സാധനം വർക്കാവില്ല. ഇനി ഇത് കുറച്ച് നോക്കാം. ഇപ്പോൾ 100-ലിട്ട് ഇപ്പോൾ ഓക്കെ. അപ്പോൾ EasyWeekൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.